കഴിഞ്ഞ 165-ാമത്തെ എപ്പിസോഡിൽ റോം ഭരിച്ചിരുന്ന ക്ലെമൻ്റ് രണ്ടാമൻ മാർപ്പാപ്പയും തുടർന്ന് 150-ാമത്തെ മാർപ്പാപ്പ ബെനഡിക്റ്റ് 9-ാമൻ മാർപ്പാപ്പയുടെ മൂന്നാമത്തെ അവതാരവുമാണ് നാം ചർച്ച ചെയ്തത്. ഇന്ന് 166-ാമത്തെ എപ്പിസോഡിൽ റോം ഭരിച്ചിരുന്ന 151-ാമത്തെ മാർപ്പാപ്പ ഡമാസിസ് രണ്ടാമൻ മാർപ്പാപ്പയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡമാസിസ് മാർപ്പാപ്പ ബവേറിയ എന്ന് പറയുന്ന ജർമ്മൻ പ്രോവിൻസിൽപ്പെട്ട ആളാണ്. ബവേറിയ നിങ്ങൾക്കെല്ലാം പരിചിതമായ സ്ഥലമാണ്. അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ച സ്ഥലമാണ് ബവേറിയ. ബവേറിയ എന്നാണ് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനി വന്ന് ജർമ്മനിയുടെ ചാൻസലറായത്. ഈ ബവേറിയക്കാരനായ മാർപ്പാപ്പ 1048 ജൂലൈ 17 മാർപ്പാപ്പയായത്. അദ്ദേഹം മാർപ്പാപ്പ ആയത് ഹെൻറി മൂന്നാമൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ്. ചക്രവർത്തിക്ക് അടുത്ത മാർപ്പാപ്പ ജർമ്മൻകാരനായിരിക്കണം എന്ന് വലിയ നിർബന്ധമായിരുന്നു. അങ്ങനെ അന്ന് സിനഡ് ആദ്യമായി തിരഞ്ഞെടുത്തത് ബിഷപ്പ് ഓഫ് അലിയാർഡ് എന്ന് പറയപ്പെടുന്ന ലയോൺസിലെ ബിഷപ്പായിരുന്നു. പക്ഷേ അദ്ദേഹം പേപ്പസി വേണ്ട എന്ന് ശക്തിയുക്തം വാദിച്ചു. അങ്ങനെ വാദിച്ചപ്പോൾ അദ്ദേഹം റിട്ടയർമെൻ്റ് എടുത്ത് പാലസ്റ്റീനിൽ പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ജർമ്മൻ പട്ടാളത്തിൻ്റെ കൂടെ ഒരു മെത്രാനുണ്ടായിരുന്നു. ആ മെത്രാൻ്റെ പേര് ബ്രിക്സൺ എന്നായിരുന്നു. BRICKSON. ആ ബ്രിക്സൺ ബിഷപ്പ് ജർമ്മൻ സൈന്യത്തിലൂടെ വന്നിരുന്നു. അദ്ദേഹം ആണ് ഡമാസിസ് രണ്ടാമൻ എന്ന പേരിൽ മാർപ്പാപ്പയായി വാഴിക്കപ്പെട്ടത്. അലിയാർഡ് മാർപ്പാപ്പയാവാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം മാർപ്പാപ്പയാനായിരുന്നു. അലിയാർഡ് ഒക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡമാസിസ് രണ്ടാമൻ മാർപ്പാപ്പയായത്. പക്ഷേ റോമാക്കാർ പറഞ്ഞു, ഈ ജർമ്മൻകാരെ ഇങ്ങനെ തുടർച്ചയായിട്ട് മാർപ്പാപ്പയാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്നത്. അങ്ങനെ ജർമ്മൻകാർ ഭയങ്കരമായി എതിർത്തു. അപ്പോൾ അവർ മാർപ്പാപ്പയെ അപായപ്പെടുത്തുമോ എന്ന് സംശയം തോന്നി ജർമ്മൻ പട്ടാളക്കാർക്ക്. അതുകൊണ്ട് ജർമ്മൻ പട്ടാളക്കാർ മാർപ്പാപ്പയ്ക്ക് കാവൽ നിന്നു. അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിന് ചുറ്റും ഒരു സംഘടിതമായ ആക്രമണം മാർപ്പാപ്പയ്ക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്തെങ്കിലും 1048 ഓഗസ്റ്റ് 9 26 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പയ്ക്ക് ഏതോ ആഹാരത്തിനകത്ത് വിഷം കലർത്തി കൊടുക്കുകയും 26 ദിവസത്തെ ഭരണത്തിന് ശേഷം മാർപ്പാപ്പ മരിക്കുകയും ചെയ്തു. ഡമാസിസ് മാർപ്പാപ്പ അദ്ദേഹം പട്ടാളത്തിൽ ഒരു കവലറിയുടെ റെജിമെൻറ്റ് കമാൻഡറായിരുന്ന ആളായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് സഭയിൽ അച്ഛനും മെത്രാനും ഒക്കെ ആയത്. അങ്ങനെയാണ് അദ്ദേഹം മാർപ്പാപ്പ ആയത്. അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ദീർഘകാലം മാർപ്പാപ്പയാവാൻ സാധ്യതയുള്ള മാർപ്പാപ്പ എന്ന് എണ്ണപ്പെട്ട ആളായിരുന്നു ഈ മാർപ്പാപ്പ. പക്ഷേ 26 ദിവസം കഴിഞ്ഞപ്പോൾ വിഷം കൊടുത്ത് അദ്ദേഹത്തെ കൊന്നു. ചക്രവർത്തിക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. ചക്രവർത്തി പറഞ്ഞ് എലക്ട് ചെയ്യപ്പെട്ട ഒരു കാൻഡിഡേറ്റ്, അതും എലക്ട് ചെയ്യപ്പെട്ട മാർപ്പാപ്പ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആക്കിയ ബിഷപ്പ്, അദ്ദേഹത്തെയാണ് വിഷം കൊടുത്ത് കൊന്നത്. മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞപ്പം ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ സൈന്യവുമായി റോമിലെത്തി. അദ്ദേഹം പറഞ്ഞു, ജർമ്മൻകാരനായ ആൾ മാർപ്പാപ്പയാവാൻ സമ്മതിക്കത്തില്ലെങ്കിൽ അടുത്ത മാർപ്പാപ്പയും ജർമ്മൻകാരനായിരിക്കും, അത് ഞാൻ നടപ്പാക്കും എന്ന് ചക്രവർത്തി പ്രഖ്യാപിച്ചു. വലിയൊരു സൈന്യവുമായി എത്തിയ ചക്രവർത്തിയോട് എതിർക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായില്ല. ഇത് ഒഫീഷ്യൽ ചരിത്രമാണെങ്കിലും മറ്റൊരു ചരിത്രം കേൾക്കുന്നുണ്ട്. അത് കത്തോലിക്കാ സഭ ഒഫീഷ്യലി അംഗീകരിച്ച ചരിത്രമല്ല. അതെന്താണെന്ന് പറഞ്ഞാൽ 26 ദിവസം ഭരിച്ചു കഴിഞ്ഞപ്പം കൊല്ലും എന്ന് മനസ്സിലായി മാർപ്പാപ്പയ്ക്ക്. പട്ടാളം കൂടെ വന്നാലും കൊല്ലുമെന്ന്. അപ്പോൾ ഇവർ ആഹാരത്തിന് ചെറിയൊരു വിഷം കലർത്തി കൊടുത്തു നോക്കി ആദ്യം. പക്ഷേ അത് വിഷമാണെന്ന് മാർപ്പാപ്പയ്ക്ക് മനസ്സിലായി. മാർപ്പാപ്പ ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി. മാർപ്പാപ്പ ആഹാരം കഴിക്കാതെ വയറിന് അസുഖമാണെന്ന് പറയുകയും അതിനുശേഷം രഹസ്യമായി റോമിൽ നിന്നിറങ്ങി പാലസ്തീന നാട്ടിൽ പോയി അവിടെ വെച്ച് മരിച്ചു എന്ന മറ്റൊരു ചരിത്രവും കൂടി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാർപ്പാപ്പയുടെ കല്ലറ വത്തിക്കാനിലില്ല. വത്തിക്കാനിൽ സാധാരണ മാർപ്പാപ്പയുടെ കല്ലറയുണ്ട്. അക്കൂട്ടത്തിൽ ഈ മാർപ്പാപ്പയുടെ കല്ലറയില്ല. എന്നാൽ പാലസ്തീന നാട്ടിലെ ഒരു കല്ലറയിൽ മാർപ്പാപ്പയുടെ പേര് എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഈ സഭ ഒഫീഷ്യലി പറയുന്നതാണോ സത്യം, അത് ഈ മാർപ്പാപ്പ പലായനം ചെയ്തതാണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. തന്നെയല്ല, മാർപ്പാപ്പ അവൻ ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി വരികയോ ചെയ്ത ആളല്ലായിരുന്നു ബ്രിക്സൺ. അലിയാർഡ് ബിഷപ്പ് സമ്മതിക്കാതായപ്പോൾ പെട്ടെന്ന് ചക്രവർത്തി ആവാൻ പറഞ്ഞുകൊണ്ട് മാത്രം ആയ ഒരു മാർപ്പാപ്പയാണ് അദ്ദേഹം. ചക്രവർത്തിയോടൊപ്പം അവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം 26 ദിവസത്തിനകം മാർപ്പാപ്പ പദം ഒഴിയാതെ സ്ഥലം വിട്ടു എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. അപ്പോൾ ചരിത്രം പറയുമ്പോൾ രണ്ടും പറയേണ്ടതുള്ളതുകൊണ്ടാണ് കത്തോലിക്കാ സഭ പറയുന്ന അഭിപ്രായവും കത്തോലിക്കാ സഭയുടെ അല്ലാത്ത ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്റോറിയൻസ് പറയുന്ന അഭിപ്രായവും രണ്ടും ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. 26 ദിവസം കഴിഞ്ഞ് ഡെമാസിസ് മാർപ്പാപ്പ അപ്രത്യക്ഷനായപ്പോൾ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ചക്രവർത്തി പറഞ്ഞു, റോമാക്കാർ എതിർത്താലും അടുത്ത മാർപ്പാപ്പയെ ജർമ്മൻകാരൻ തന്നെയായി ഞാൻ വാഴിക്കുമെന്ന്. അങ്ങനെ മാർപ്പാപ്പയുടെ ഇലക്ഷനിൽ ചക്രവർത്തി ഇടപെട്ടു. അങ്ങനെ പുതിയ മാർപ്പാപ്പയായി സെയിൻറ്റ് ലിയോ 9 തിരഞ്ഞെടുത്തു. സഭയുടെ ചരിത്രത്തിൽ ഭയങ്കര മാറ്റം വരുത്തിയ ഒരു മാർപ്പാപ്പയുടെ കാലമാണ് ഈ കാലം. മാർപ്പാപ്പയുടെ നിയന്ത്രണത്തിന് വിധേയമാകാതെയും മാർപ്പാപ്പയുടെ നിയന്ത്രണത്തിന് വിധേയമായും വലിയ മാറ്റങ്ങളാണ് ഈ 6 വർഷം കൊണ്ട് സഭയിലും ചരിത്രത്തിലും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 3-4 മാർപ്പാപ്പന്മാർ വിശുദ്ധനോ വാഴ്ത്തപ്പെട്ടവനോ ആയില്ല. പക്ഷേ ഈ മാർപ്പാപ്പയെ വിശുദ്ധൻ എന്ന സഭ പ്രഖ്യാപിച്ചു. ആ മാർപ്പാപ്പയാണ് സെയിൻറ്റ് ലിയോ 9. ലിയോ 9 മാർപ്പാപ്പ ജർമ്മനിയിലെ ലൊറൈൻ എന്ന സ്ഥലത്ത് ജനിച്ചതാണ്. നിങ്ങൾക്ക് ഈ സ്ഥലം വളരെ പരിചിതമാണ്. ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും അതിർത്തി പ്രദേശത്ത് കിടക്കുന്ന 2 സ്ഥലങ്ങളാണ് അൽസൈസ് ലൊറൈൻ. ഈ 2 സ്ഥലങ്ങൾക്ക് വേണ്ടിയാണ് ഓട്ടോൺ ബിസ്മാർക്ക് യുദ്ധം നടത്തിയത്. 1871 പ്രസിദ്ധമായ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പിൻഗാമി പിന്നീട് വന്ന സ്ഥലമില്ലേ, ആ സ്ഥലത്തിന് വേണ്ടി സമരം ഉണ്ടായത്. അങ്ങനെ ചരിത്രത്തിൽ 1-ാം ലോകയുദ്ധത്തിൽ ഉൾപ്പെടെ ഏതാണ്ട് 7ഓളം യുദ്ധങ്ങൾ നടത്തിയ കാരണപ്രദമായൊരു സ്ഥലമാണ് ഈ അൽസൈസ് ലൊറൈൻ എന്ന് പറയുന്ന സ്ഥലങ്ങൾ. മിനറൽസ് കൊണ്ട് വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് കോളും അതുപോലെ തന്നെ അയൺ ഉൾപ്പെടെയുള്ള മിനറൽസും ഈ അൽസൈസ് ലൊറൈൻ സ്ഥലത്ത് നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ സമ്പൽ സമൃദ്ധമാകാൻ വേണ്ടി ഈ സ്ഥലത്തിൻ്റെ കൺട്രോൾ വേണം എന്ന് ഫ്രാൻസും ജർമ്മനിയും ആഗ്രഹിച്ചിരുന്നു. ഈ 2 സ്ഥലത്തിൽ നിന്ന് നമുക്ക് ജനറൽ നോളജ് കിട്ടേണ്ട ചില സാധനങ്ങളുണ്ട്. ഒന്ന്, ഈ അൽസൈസ് എന്ന സ്ഥലത്തിലാണ് പ്രസിദ്ധമായ ഒരു പട്ടിയുടെ ഒരു ജനുസ് ഉണ്ടായിട്ടുള്ളത്. അൽസൈസ് എന്ന സ്ഥലത്തു നിന്ന് വരുന്ന പട്ടിയാണ് നമ്മൾ അൽസേഷ്യൻ എന്ന് വിളിക്കുന്നത്. ഡോഗ് ലവേഴ്സ് പലരും വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ് ഈ അൽസേഷ്യൻ. സൈസ് കൊണ്ട് വളരെ പ്രമുഖനാണ്. ഒരു വീട്ടിൽ അക്രമി കയറിയാൽ അക്രമിയെ നേരിട്ട് കടിച്ച് വീഴ്ത്താൻ കപ്പാസിറ്റി ഉള്ളൊരു പട്ടിയാണ് ഈ അൽസേഷ്യൻ. തന്നെയല്ല, മല കയറാനൊക്കെ പോയി കഴിയുമ്പോൾ ഈ അൽസേഷ്യൻ പട്ടി ഭയങ്കര സഹായമാണ്. പോലീസിന് ഈ അൽസേഷ്യൻസിനെ വളരെ ഇഷ്ടമാണ്. കാരണം ഈ മണപ്പിച്ച് പോയി പ്രതിയെ കണ്ടെത്താൻ ഡോബർമാനും അൽസേഷ്യൻ പട്ടികൾക്കാണ് നല്ല കഴിവ്. അതാണ് ഈ അൽസൈസ് എന്ന സ്ഥലം. തൊട്ടിപ്പുറത്തെ സ്ഥലമാണ് ലൊറൈൻ. ഇത് കൽക്കരിക്ക് വളരെ പ്രസിദ്ധമായ സ്ഥലമായിരുന്നു. അവിടുന്ന് ഈ കൽക്കരി ഖനനം ചെയ്താൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി വളരെ പ്രത്യേകതയോടു കൂടിയ 2 വണ്ടികൾ കണ്ടുപിടിച്ചു. അതിൽ വലിയ അളവിൽ കൽക്കരി കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ വാഹനം ലോറി എന്നാണ് വിളിക്കുന്നത്. ഈ ലോറി എന്നുള്ള പേര് വന്നത് ഈ ലൊറൈനിൽ നിന്ന് കൽക്കരി കൊണ്ടുവരാൻ ഉപയോഗിച്ച വാഹനമായതുകൊണ്ടാണ്. പിന്നെ ആദ്യം കണ്ടുപിടിച്ചൊരു സാധനമാണ് ജീപ്പ്. ഈ കൽക്കരി അതിനകത്ത് നിറച്ച ശേഷം കൽക്കരി കൊണ്ട് വണ്ടി വരികയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി വലിയൊരു ഹോൺ അടിച്ചോണ്ടിരുന്നു. ജീപ്പ് എന്ന് അടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് അതിനെ ജീപ്പ് എന്ന് വിളിച്ചത്. അപ്പോൾ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയൊരു സ്ഥലമാണ് ഈ ലൊറൈൻ. അവിടെയായിരുന്നു ഈ മാർപ്പാപ്പയുടെ ജനനം. 1949 ഫെബ്രുവരി 12 അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം, നേരത്തെയുള്ള മാർപ്പാപ്പ കൊല്ലപ്പെടുകയോ ഓടി രക്ഷപ്പെടുകയോ ചെയ്തപ്പോൾ ചക്രവർത്തി തീരുമാനിച്ചു ജർമ്മൻകാരനായ മാർപ്പാപ്പ വേണം. അതിന് സാധാരണ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് പകരം ചക്രവർത്തി പറഞ്ഞു, എൻ്റെ സഹോദരനെ തന്നെ ഞാൻ മാർപ്പാപ്പയായി പ്രഖ്യാപിക്കുകയാണ്.
അതിനു മുമ്പ് 2 തവണ ചക്രവർത്തിയുടെ സഹോദരന്മാർ മാർപ്പാപ്പമാരായിട്ടുണ്ട്. അന്നത്തെ പ്രസിദ്ധരായ 2 പ്രഭു കുടുംബങ്ങളുടെ രാജാക്കന്മാരുടെ സഹോദരങ്ങൾ മാർപ്പാപ്പയായിട്ടുണ്ട്. അങ്ങനെ 4 മാർപ്പാപ്പമാരുണ്ട്. ആ കൂട്ടത്തിൽ ജർമ്മൻ ചക്രവർത്തി പറഞ്ഞു എൻ്റെ സഹോദരനെ മാർപ്പാപ്പയാക്കണം. അങ്ങനെ അന്നത്തെ ചക്രവർത്തിയുടെ സഹോദരനായിരുന്നു ബ്രൂണോ. അദ്ദേഹത്തെ മാർപ്പാപ്പയാക്കാൻ പറഞ്ഞു. അങ്ങനെ ചക്രവർത്തിയുടെ സഹോദരനായ ബ്രൂണോ മാർപ്പാപ്പയായി. അദ്ദേഹം മാർപ്പാപ്പയാവണമെന്ന് ആഗ്രഹിച്ച് വന്നതല്ല. അദ്ദേഹം റോം കാണാൻ വേണ്ടി, വത്തിക്കാനിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രമൊന്നും പഠിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ബിഷപ്പായിരുന്ന അദ്ദേഹം റോമിൽ വന്ന സമയമാണ്. റോമിൽ വന്ന് അദ്ദേഹം ഈ വത്തിക്കാനെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മ്യൂസിയം പോലുള്ളതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ചക്രവർത്തി മരിക്കുകയോ ഓടി രക്ഷപ്പെട്ട് ചെയ്യുന്നത്. ചക്രവർത്തിയെ കൊന്നു കുഴിച്ചിട്ടെന്നും അദ്ദേഹം ഓടി പാലസ്തീനാതിരി പോയെന്നൊരു സംശയം. അപ്പോൾ ഈ ജർമ്മൻകാരനായ ഒരു മാർപ്പാപ്പയെ കണ്ടുപിടിക്കുന്നതിന് ബഹളത്തിനിടയിലാണ് ചക്രവർത്തി നോക്കിയപ്പോൾ സ്വന്തം സഹോദരൻ വത്തിക്കാനിലുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഒരു പിൽഗ്രിമായി വന്നതാണ്, വത്തിക്കാൻ കാണാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തോട് പറഞ്ഞു നീ മാർപ്പാപ്പയാണെന്ന്. അദ്ദേഹം ടൂൾസിലെ ബിഷപ്പായിരുന്നു. ടൂൾസ് എന്ന് പറയുന്നത് ലോകചരിത്രത്തിൽ വലിയ മാറ്റം വരുത്തൊരു സ്ഥലമാണ്. ഇസ്ലാമിക സൈന്യം സ്പെയിനും പോർച്ചുഗലും പിടിച്ചടക്കി ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസ് പിടിക്കാൻ വേണ്ടി വന്നപ്പം ചാൾസ് മാർട്ടലിൻ്റെ നേതൃത്വത്തിൽ, ചാർലിമൻ ചക്രവർത്തിയുടെ മുത്തച്ഛൻ്റെ നേതൃത്വത്തിൽ വന്ന ക്രിസ്ത്യൻ സൈന്യം മുസ്ലിം സൈന്യത്തെ പരാജയപ്പെടുത്തുകയും യൂറോപ്പിനെ ഇസ്ലാമിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത പ്രസിദ്ധമായ സ്ഥലമാണ് ടൂൾസ്. അവിടുത്തെ ബിഷപ്പായിരുന്നു ഈ ബ്രൂണോയെ കണ്ടപ്പോൾ ചക്രവർത്തി പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല, നിന്നെ ഞാൻ മാർപ്പാപ്പയാക്കാൻ പോകുന്നു. അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു വത്തിക്കാൻ കാണാൻ വന്ന ടൂൾസിലെ ബിഷപ്പായ ബ്രൂണോ, ചക്രവർത്തിയുടെ സഹോദരൻ, മാർപ്പാപ്പയായി വാഴിക്കപ്പെട്ടു. അദ്ദേഹം ഈ ബിഷപ്പാവുന്നതിന് മുമ്പ് കുതിരപ്പട്ടാളത്തെ നയിച്ചുകൊണ്ടിരുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഈ കുതിരപ്പട്ടാളത്തെ വിളിച്ച് പട്ടാള ഉദ്യോഗസ്ഥനായിട്ടിരിക്കുന്ന സമയത്ത് കുതിരപ്പുറത്തുനിന്ന് വീണു. പക്ഷേ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ഈ കുതിരപ്പട്ടാളക്കാരനോ കമാൻഡറോ ക്യാപ്റ്റനോ ഒന്നും ആവേണ്ട ആളല്ല. അദ്ദേഹം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്നെ കുതിരപ്പുറത്തുനിന്ന് വീണപ്പോൾ തൊട്ട് പുറകിലുള്ള കുതിര ചവിട്ടുകയോ ഒക്കെ ചെയ്ത് കൊല്ലാം, അല്ലെങ്കിൽ കുതിര പുറകിൽ കൂടെ തൊഴിച്ചാലും കുഴപ്പമാണ്. പക്ഷേ എന്നെ രക്ഷിച്ച ദൈവമേ, ഞാൻ അങ്ങേക്ക് വേണ്ടി സഭയിൽ ഒരു പുരോഹിതനാവാൻ പോവുകയാണ്. അങ്ങനെ ഒരു കവലറി കമാൻഡറായിരുന്ന അദ്ദേഹം മനസ്തപിച്ച് പുരോഹിതനായി, അവിടുന്ന് ബിഷപ്പായി. അങ്ങനെ ടൂൾസിലെ ബിഷപ്പായ ആളാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, എന്നെ ഈ മാർപ്പാപ്പയായിട്ട് ഇമ്പോസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് എന്നെ ഒഴിവാക്കാൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ റോമക്കാർ പറഞ്ഞു, അങ്ങനെ ഈ സ്ഥാനം ഒഴിയണ്ട, ഞങ്ങൾ സാധാരണ ജർമ്മൻകാരെ എതിർക്കും, പക്ഷെ അങ്ങേ ഞങ്ങളെ എതിർക്കുകയില്ല, അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം, അങ്ങ് തന്നെ മാർപ്പാപ്പയാവാൻ പറഞ്ഞു. റോമാക്കാർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വീകരിക്കുകയും അദ്ദേഹം ലിയോ 9 എന്ന പേരിൽ മാർപ്പാപ്പയായി. അദ്ദേഹത്തിന് 6 വർഷങ്ങൾ ചരിത്രം മാറ്റിക്കുറിച്ച വർഷങ്ങളാണ്. അദ്ദേഹം സഭയ്ക്ക് വേണ്ടി ചെയ്ത അത്ഭുതകരമായ സേവനങ്ങൾ, അതിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹത്തെ വിശുദ്ധൻ സ്ഥാനത്തേക്ക് ഉയർത്തിയത്. ഇദ്ദേഹം റോമിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹം സഹായത്തിനൊരാളിനെ കൊണ്ടുവന്നു. ആ ആൾ പിന്നീട് സഭാചരിത്രത്തിൽ വലിയ സ്ഥാനം വഹിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹിൽഡ് ബ്രാൻഡ്, HILDBRANDT എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ജോൺ ഗ്രേഷ്യൻ്റെ അഡ്വൈസറായി വർക്ക് ചെയ്ത ഒരു പുരോഹിതനായിരുന്നു. ജോൺ ഗ്രേഷ്യൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ചരിത്രത്തിലെ പ്രസിദ്ധനായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഡ്വൈസറായി വർക്ക് ചെയ്ത ഹിൽഡ് ബ്രാൻഡിനെ കൊണ്ടുവന്നു. അങ്ങനെ ഹിൽഡ് ബ്രാൻഡ് ബ്രൂണോയോടൊപ്പം വത്തിക്കാനിൽ വന്നു 1048. ഈ ഹിൽഡ് ബ്രാൻഡ് പിന്നീട് 4 മാർപ്പാപ്പമാരുടെ ഇലക്ഷനിൽ നിർണായക പങ്കുവഹിച്ചു. അതിനുശേഷം സഭയെ ശിഥിലീകരണത്തിന് രക്ഷിച്ച അത്ഭുത മനുഷ്യനായിരുന്നു ഹിൽഡ് ബ്രാൻഡ്. അങ്ങനെ 4 കഴിഞ്ഞപ്പോൾ കത്തോലിക്കാ സഭ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ മാർപ്പാപ്പയാവണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ മാർപ്പാപ്പയാവണമെന്നൊന്നുമില്ല,
എന്നെ മുൻവശത്തൊരു മാർപ്പാപ്പ വിളിച്ചുകൊണ്ട് വന്നു, ഞാൻ വന്നു, ഇവിടെ സഹായിച്ചു. പിന്നെ സഭ പ്രശ്നത്തിലായപ്പോൾ നല്ലൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ നിർണായം പങ്കുവച്ചു. അതൊക്കെ ശരിയായിരുന്നു. എനിക്ക് മാർപ്പാപ്പയെ നോക്കാൻ പറ്റത്തില്ല എന്നാണ്. പക്ഷേ ജനങ്ങൾ ആ ഹിൽഡ് ബ്രാൻഡിനെ പിന്നീടൊരു മാർപ്പാപ്പയാക്കി. അതാണ് പ്രസിദ്ധനായ ഗ്രിഗറി 7 മാർപ്പാപ്പ. 3 മാർപ്പാപ്പമാരെ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നു. ലിയോ 1, നിക്കോളാസ് 1, ഗ്രിഗറി 1. പക്ഷേ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ പോപ്സ് 266 മാർപ്പാപ്പമാരുള്ളതിൽ ഏറ്റവും മഹാൻ ആരെ എന്ന ചോദ്യത്തിന് സഭ പറയുന്നു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ പോപ്സ് ഈസ് ഗ്രിഗറി 7. ആ മാർപ്പാപ്പയാണ് ഈ ഹിൽഡ് ബ്രാൻഡ്. അതേ മാർപ്പാപ്പയാവാൻ പിന്നെ 26 വർഷം എടുത്തു എങ്കിലും ഈ ലിയോ മാർപ്പാപ്പ വന്നപ്പോൾ കൂടെ കൊണ്ടുവന്ന ജോൺ ഗ്രീഷ്യൻ്റെ അഡ്വൈസറായി വർക്ക് ചെയ്തിരുന്ന ഹിൽഡ് ബ്രാൻഡ് അങ്ങനെ വത്തിക്കാനിലെത്തി. സഭാചരിത്രത്തിൽ നിർണായകമായ മാറ്റങ്ങൾ പിന്നീട് വരികയാണ്. പക്ഷേ ഈ മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ മാർപ്പാപ്പയാന്നൊക്കെ ശരി തന്നെ, പക്ഷേ ഞാനൊരു സന്യാസിയാണ്. ഞാൻ സന്യാസിയായി ജീവിച്ച് ഒരാശ്രമത്തിൽ മരിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. എന്നെ പിടിച്ച് നിർബന്ധിച്ച് നിങ്ങൾ മാർപ്പാപ്പയാക്കരുത്. പിന്നെ ആകണമെന്ന് റോമാക്കാരും ജർമ്മൻകാരും ചക്രവർത്തിയും പറഞ്ഞു. ഞാനൊരു ചക്രവർത്തിയുടെ സഹോദരനാണ്. ചേട്ടനെ അനുസരണക്കേട് കാണിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ ഒരു കണ്ടീഷൻ എനിക്കുണ്ട്. ഞാൻ ജീവിതകാലം മുഴുവൻ സന്യാസിയായിരിക്കും. പിന്നെ ഞാൻ ചെരുപ്പിടുകയില്ല. അതുകൊണ്ട് ഇവിടെയും ഞാൻ ചെരുപ്പിടുന്നില്ല. മാർപ്പാപ്പയ്ക്ക് ഇടാനായിട്ട് അലങ്കരിച്ച ഒരു ചെരുപ്പുണ്ട്. ഈ മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ ആ ചെരുപ്പിടുകയില്ല. കാരണം ഞാൻ സന്യാസിയാണ്. ഞാൻ ചെരുപ്പിടാത്ത സന്യാസിയാണ്. ബെയർ ഫുട്ട് സന്യാസീസ് എന്ന് പറയപ്പെടുന്ന കർമ്മലീത്താകളുടെ പ്രസിദ്ധമായ ഒരു ഓട്ടമുണ്ട്. അതൊക്കെ പിന്നീടുണ്ടായതാണ്. ഇദ്ദേഹം പറഞ്ഞു ചെരുപ്പിടത്തിലാണെന്ന്. അതുകൊണ്ട് ചെരുപ്പിടാത്ത സന്യാസി, ചെരുപ്പിടാതെ വത്തിക്കാനിൽ വന്ന് മാർപ്പാപ്പയായി, ചെരുപ്പിടാതെ മാർപ്പാപ്പയായി ജീവിച്ചു, ചെരുപ്പിടാതെ അദ്ദേഹം മരിച്ചു. ഇത് റോമിലെ മറ്റുള്ളവർക്കൊക്കെ അത്ഭുതമായിരുന്നു. മാർപ്പാപ്പമാരൊക്കെ കുറച്ച് പ്രൗഢിയിലൊക്കെ ആണല്ലോ അന്ന് ജീവിക്കുന്നത്. പ്രത്യേക കുപ്പായം, പ്രത്യേക കിരീടമൊക്കെയാണ്. ഇദ്ദേഹം അത് സ്വീകരിച്ചില്ല. അദ്ദേഹം ചെരുപ്പിടാതെ വന്നു. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം റോമാക്കാരോടും അദ്ദേഹത്തെ എലക്ട് ചെയ്ത ബിഷപ്സിനോടും പറഞ്ഞു, എനിക്ക് പേപ്പൽ സ്റ്റേറ്റ്സ് എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അന്ന് ഞാനിവിടെ രാജിവെച്ച് പോകുന്നു പറഞ്ഞു. പേപ്പൽ സ്റ്റേറ്റ്സ് പറഞ്ഞു, എലക്ട് ചെയ്യപ്പെട്ട ചക്രവർത്തി അംഗീകരിച്ച അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ മാർപ്പാപ്പ. ഞങ്ങളുടെ പേപ്പൽ സ്റ്റേറ്റ്സ് മുഴുവൻ അങ്ങയെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. തെക്കൻ ഇറ്റലി നോർമൻസ് പിടിച്ചടക്കി. അപ്പോൾ നോർമൻസ് ഫ്രാൻസിലും നോർമണ്ടി മുതലായ പ്രദേശത്തും വന്ന്, അവർ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ വന്നാണ് ഈ നോർമൻസ്. അവർ വന്നിട്ട് വളരെ ശ്രദ്ധേയമായ നീക്കങ്ങളങ്ങ് തുടങ്ങി. അങ്ങനെ നീക്കം തുടങ്ങിയപ്പം തെക്കൻ ഇറ്റലി ഈ നോർമൻസ് പിടിച്ചടക്കി. മാർപ്പാപ്പ പറഞ്ഞു ശരിയാവില്ല. അദ്ദേഹം എന്ത് ചെയ്തു, പേപ്പൽ സ്റ്റേറ്റ്സിൻ്റെയും ജർമ്മൻ സൈന്യത്തോടൊപ്പം നോർമൻസിനോട് യുദ്ധം ചെയ്യാൻ പോയി. അങ്ങനെ യുദ്ധം ചെയ്യാൻ പോയി അദ്ദേഹത്തെ നോർമാക്കാർ പിടിച്ചടക്കി. 1053 അദ്ദേഹം മാർപ്പാപ്പയായി 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 1053 നോർമൻസിനോട് യുദ്ധം ചെയ്യാൻ മാർപ്പാപ്പ പോയത് ശരിയായില്ല. കാരണം ഒരു സൈന്യത്തെ നയിക്കേണ്ട ആളല്ല മാർപ്പാപ്പ. പക്ഷേ അദ്ദേഹം പണ്ടൊരു കവൽറി കുതിരപ്പട്ടാളത്തിൻ്റെ കമാൻഡറായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സൈനികൻ്റെ ആ രക്തം പുള്ളിയിലുണ്ട്. അങ്ങനെ യുദ്ധം ചെയ്യാൻ പോയ മാർപ്പാപ്പയെ നോർമൻസ് പിടിച്ചെടുത്തു 1053 തടവുകാരനാക്കി. പക്ഷേ തടവുകാരനാക്കിയിട്ട് നോർമൻസ് പറഞ്ഞു, മാർപ്പാപ്പയെ ഞങ്ങൾ അങ്ങേ ബഹുമാനിക്കുന്നു, ഞങ്ങൾക്ക് അങ്ങോട്ട് വലിയ സ്നേഹമാണ്. അങ്ങ് ഞങ്ങളോട് യുദ്ധത്തിന് വന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റിയില്ല, അങ്ങേ അറസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾ അങ്ങേക്ക് വിധേയത്വം പ്രഖ്യാപിക്കാം. അങ്ങ് ഒരു കാര്യം മാത്രം ചെയ്യണം, അങ്ങ് ജർമ്മൻ സൈന്യത്തെ കൊണ്ട് വന്നിട്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യരുത്. ഇത് മാത്രമേ ഉള്ളൂ. അങ്ങ് മാർപ്പാപ്പയായിട്ടിരിക്കുക, ഞങ്ങൾ അങ്ങയെ സപ്പോർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ നോർമൻസ് വിധേയത്വം പ്രഖ്യാപിച്ചിട്ട് നോർമൻസിൻ്റെയും കൂടി അംഗീകാരത്തോടുകൂടി മാർപ്പാപ്പ തിരിച്ച് റോമിലെത്തി. അദ്ദേഹം റോമിലെത്തി. അത് കഴിഞ്ഞ് അദ്ദേഹം ആദ്യമായി ചെയ്തത്, അദ്ദേഹം ഒരു ലോക്കൽ സിനഡ് വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, വൈദികർ നടത്തുന്ന അഴിമതി യാതൊരു കാരണവശാലും സമ്മതിക്കില്ല. അങ്ങനെ അതിനെതിരെ അദ്ദേഹം മാറ്റങ്ങളുണ്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ ഭയങ്കരമായ ഒരു ഭിന്നത, സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയങ്കര ഭിന്നത. ആ ഭിന്നതയുടെ പേര്
ദി ഗ്രേറ്റ് ഷിസം എന്നാണ്. സഭയെ രണ്ടായി പിളർത്തിയ, ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ഭയങ്കരമായി മാറ്റങ്ങൾ വരുത്തിയ ഒന്നാണ് 1054 ഗ്രേറ്റ് ഷിസം. അത് ഈസ്റ്റേൺ യൂറോപ്പും റഷ്യയും യുക്രൈനും പരിപൂർണമായി കത്തോലിക്കാ സഭയിൽ നിന്ന് വേറിട്ട് പോയ അപകടകരമായൊരു സംഭവമാണ്. ആ ഷിസവും അതിനോട് തുടർന്നുള്ള ഈ മാർപ്പാപ്പയുടെ കാലത്തെ ചരിത്രവും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.